അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ സുപ്രീം കോടതി റദ്ദാക്കിയത് ദീർഘമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ്. പ്രശാന്ത് ഭൂഷണിന്റെയും കപിൽ സിബലിന്റെയും നേതൃത്വത്തിലുള്ള വാദങ്ങൾ അംഗീകരിച്ചാണ് വിധി. കേന്ദ്ര സർക്കാർ നടത്തിയ വാദങ്ങളെല്ലാം കോടതി നിരാകരിക്കുകയും ചെയ്തു. വിധിയുടെ വിശദാംശങ്ങളുമായി പ്രജിൻ സി കണ്ണൻ ചേരുന്നുണ്ട്. പ്രജിൻ, ദീർഘനാളായി രാജ്യത്തെ ചർച്ചാ വിഷയമായിരുന്നു അത്. ദീർഘനാളായത് വലിയ പ്രതിപക്ഷ പാർട്ടികൾ വിമർശന വിധേയമാക്കുന്ന ഒന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. സുപ്രീം കോടതിയിൽ ഉണ്ടായ കൃത്യമായ വാദപ്രതിവാദങ്ങൾ എന്തായിരുന്നു പ്രജിൻ? ഹാഷ്മി, ഇലക്ട്രൽ ബോണ്ട് എന്നാൽ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ ഏർപ്പെടുത്തിയ സംവിധാനമാണ്. ആരാണ് പണം നൽകുന്നത് എന്നറിയിക്കാതെ പാർട്ടി അക്കൗണ്ടുകളിൽ പണം എത്തും എന്നതാണ് അതിന്റെ പ്രത്യേകത. കോർപ്പറേറ്റുകളും വ്യക്തികളും ബോണ്ടുകൾ വാങ്ങും. ഈ പണം ആര് നൽകിയതാണ് എന്നറിയാതെ പാർട്ടികളുടെ അക്കൗണ്ടിൽ അത് എത്തുകയും ചെയ്യും. ആ സംവിധാനമാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. നോക്കാം എന്താണ് വിധിയുടെ വിശദാംശങ്ങളെന്ന്. സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് വിധി എന്ന ചോദ്യത്തിന് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാം: ഭരണഘടനാ വിരുദ്ധം. അങ്ങനെയാണ് സുപ്രീം കോടതി അതിനെ നിരീക്ഷിച്ചത്. പാർട്ടികൾക്ക് പണം എത്തിയാൽ അത് ആരിൽ നിന്ന് വന്നു എന്ന് വോട്ട് ചെയ്യുന്നവർക്ക്, അതായത് പൗരന്മാർക്ക് അറിയാൻ അവകാശമുണ്ട്. ആ തത്വമാണ് കോടതി ഇവിടെ അംഗീകരിച്ചത്. അജ്ഞാതനായി നിന്ന് പാർട്ടികളെ സഹായിക്കുന്നവർക്ക് സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടാകും എന്ന വാദം കൂടിയാണ് അംഗീകരിക്കപ്പെട്ടത്. ഇനി എന്താണ് ഈ റദ്ദാക്കിയ ബോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജ്ഞാത സംഭാവനാ പത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാർട്ടിയെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഒളിച്ചു നിന്ന് പണം നൽകാം എന്ന് മാത്രമല്ല അതിന് നേട്ടം. ഭരണമുള്ള പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളെ കൊണ്ട് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ആ ബോണ്ടുകൾ എടുപ്പിക്കാൻ കഴിയുമെന്നുകൂടിയാണ്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ബോണ്ടുകൾ വാങ്ങുന്നതോടെ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് എത്തുകയും ചെയ്യും. ഇനി ഇത് എവിടെ നിന്ന് വാങ്ങാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ SBI എന്ന് മാത്രമാണ് അതിൻ്റെ ഉത്തരം. ഇലക്ട്രൽ ബോണ്ട് ഇറക്കാൻ അവകാശം SBIക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ആരാണ് പണം നൽകുന്നത് എന്ന വിവരം SBIയിൽ നിന്ന് പുറത്തു പോകരുത് എന്ന വ്യവസ്ഥയോടെയാണ് ആ നിയമം തയ്യാറാക്കിയതും. മറ്റൊരു ബാങ്കുകളെയും വിശ്വാസത്തിലെടുക്കാതെ ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനായിരുന്നു ഈ നീക്കമെന്നും നേരത്തെ ആരോപണം ഉയർന്നു വന്നിരുന്നു. 2019 മുതൽ ലഭിച്ച മുഴുവൻ സംഭാവനകളുടെയും വിവരം അറിയിക്കാൻ ഇപ്പോൾ കോടതി SBIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം പതിയെ പുറത്തു വരികയും ചെയ്യും. ഇനി സുപ്രധാനമായ മറ്റൊരു ചോദ്യം: എന്തുകൊണ്ട് ഇത് റദ്ദാക്കി എന്ന ചോദ്യം. കൈക്കൂലിയായി മാറാം എന്നതാണ് പ്രധാന കാരണം. ഇലക്ട്രൽ ബോണ്ടിൽ ഭരിക്കുന്നവർക്ക് പണം നൽകിയ ശേഷം പെർമിറ്റുകളും ലൈസൻസുകളും നേടിയെടുക്കും എന്നായിരുന്നു വാദം. അതാണ് കോടതി അംഗീകരിച്ചത്. മറ്റൊന്ന്, റദ്ദാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണ് എന്നതായിരുന്നു. പൊതുഫണ്ടിൽ പ്രവർത്തിക്കുന്നവയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന പണം ആര് നൽകുന്നു എന്നതറിയാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. അതാണ് ബോണ്ടിലൂടെ ഇല്ലാതായത്. മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ഈ ബോണ്ട് ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമാണ് നേട്ടമാകുന്നത് എന്ന കണ്ടെത്തലാണ്. കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമല്ല, സംസ്ഥാനങ്ങളിലും ഭരിക്കുന്ന പാർട്ടിക്കാണ് ഇതുവഴി നേട്ടമുണ്ടാവുക. അത് ആ കണക്കിലേക്ക് പോകും. നോക്കാം. 2022-23 സാമ്പത്തിക വർഷത്തെ കണക്കാണ് ഈ കാണുന്നത്. BJPക്ക് കിട്ടിയത് 2120 കോടി രൂപയാണ്. അതേസമയത്ത് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് ലഭിച്ചത് 171 കോടി മാത്രമാണ്. അതായത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഇലക്ഷൻ പ്രചാരണത്തിലുള്ള പണമാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. രണ്ട് പാർട്ടികൾക്കും ചെലവ് ഒരുപോലെയാണ്. പക്ഷേ സർക്കാരിന് ഇത്രയേറെ തുക ലഭിക്കുന്നു. അതിൻ്റെ അന്തരം അറിയണമെങ്കിൽ CPMന് കിട്ടിയ പണം കൂടി നോക്കാം. 1 രൂപ പോലും ലഭിച്ചിട്ടില്ല. എന്നാൽ തെലങ്കാനയിലെ BRSന് കിട്ടിയത് 529 കോടിയാണെന്നും ഈ കണക്കുകളിൽ വ്യക്തമാണ്. ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് കിട്ടിയതിൻ്റെ 3 മടങ്ങാണ് അത് എന്നുകൂടി അറിയുക. ഇനി മറ്റ് പ്രാദേശിക പാർട്ടികളുടെ കൂടി വരവ് നോക്കാം. TMCക്ക് 325 കോടി, DMKക്ക് 185 കോടി, BJDക്ക് 152 കോടി, YSR കോൺഗ്രസിന് 52 കോടി. എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് 36 കോടി മാത്രവും. ആരാണ് ഭരിക്കുന്നത് എന്ന് നോക്കിയാണ് ബോണ്ടുകൾ വഴി പണം എത്തിയത് എന്ന വാദം അംഗീകരിക്കുന്നതാണ് ഈ കണക്കുകൾ. ആ വാദം കൂടിയാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. അപ്പോൾ അതാണ് എന്താണ് പ്രജിൻ സി കണ്ണൻ പറയുകയായിരുന്നു എന്തൊക്കെയാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. ദീർഘമായ വാദപ്രതിവാദങ്ങളായിരുന്നു. അതിനൊടുവിൽ പ്രതിപക്ഷത്തിന് വലിയ ആയുധം നൽകുന്ന, കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി നൽകുന്ന ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ 70% ഇലക്ട്രൽ ബോണ്ട് വഴി പണം കിട്ടിയത് BJPക്കാണ്. അപ്പോൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് പണം നൽകിയതെന്ന കണക്കുകൂടി രാജ്യത്തിന് മുമ്പിലേക്ക് വരാൻ പോകുന്നു.